അപ്പോൾ ഹലോ ഗൈസ്, നമ്മുടെ അടുത്ത വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് നമുക്കൊരു സ്കൂൾ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ജോക്കിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പോവാണ്. അപ്പം ഇന്നൊരു പാലസിലേക്കാണ് പോകുന്നത്, ഒരു കൊട്ടാരത്തിലേക്ക്. ഏത് കൊട്ടാരമാണെന്ന് ജോക്കി പറയും. ജോക്കിക്കാണ് കൊട്ടാരത്തിൻ്റെ പേരറിയാവുന്നത്. അപ്പം നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ ജോക്കി, എന്തോ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പറയണേ, നിനക്കല്ലേ കൊട്ടാരത്തിൻ്റെ പേരറിയാമെന്ന് പറ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് പോകുന്നത് കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ്റെ കൊട്ടാരത്തിലേക്കാണ്. കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടിൻ്റെ കൊട്ടാരമോ? കൊട്ടാരത്തിൻ്റെ പേരെങ്ങനെ? ഓക്കെ, അത് നീട്ട പേരല്ലേ? അപ്പം നമ്മുടെ ജോക്കിയുടെ കൊട്ടാരത്തിൻ്റെ പേര് കേട്ടല്ലേ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് തന്നെ പോയേക്കാം. അപ്പം ഇതിനകത്ത് കൂടുതൽ അലയും കാര്യങ്ങളും കേൾക്കാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരുടെ പാട്ടിട്ടൊക്കെ ഇട്ട് തകർത്ത് അതിനകത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവർ മുഷിച്ചിലില്ലായിരിക്കും. നമ്മളാണ് ഇനി വണ്ടിയിൽ ഇവൻ്റെ ഡയലോഗി കേട്ടോണ്ടിരിക്കേണ്ടത്. ജോക്കി, നീ പുതിയ വ്ളോഗ് തുടങ്ങാന്ന് പറഞ്ഞു കേട്ടല്ലോ. പിന്നെ അല്ലാതെ വ്ളോഗിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞു. VLUG. ആ, നല്ലത്. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചേ. അതിൻ്റെ അറിയാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വഴിയിൽ ഇവൻ്റെ ഡയലോഗിയും കേട്ട് പോയിക്കൊണ്ടിരിക്കുക. ഏതോ പാലത്തെ കൂടെ ഒക്കെ കയറി പോകുന്നുണ്ട്. എവിടെയാണെന്ന് ആർക്കറിയാം. ഡേ, പോകാനുള്ള വഴി നിനക്കറിയാമോ? അങ്ങനെ അറിയാമെന്നുണ്ടല്ലോ ഞാൻ വന്നേ. നീ പിടിച്ച ട്രിപ്പ് എനിക്കറിയത്തില്ല. വഴി എന്താ വെച്ചാൽ പറഞ്ഞാ. വഴിയോ? എനിക്കൊരു മിനിറ്റ്, നമുക്ക് ഗൂഗിളൊക്കെ ചോദിച്ചു നോക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ വഴിയുള്ളൂ. ഞാൻ ഓടിച്ച് പോക്കോളാം, നീ മിണ്ടാകിയിരുന്നു. എന്ത് ജനമല്ലേ റോഡിൽ കൂടെ. ഡേ, എന്തോ അടുത്ത ട്രിപ്പ് നമുക്ക് ഒരാളെ കൂടെ കൊണ്ടുവന്നാലോ? പിന്നെ അല്ലാതെ ആരെ കൊണ്ടുവരും? ആരെയാണെന്നൊന്നും എനിക്കറിയില്ല. അണ്ണാ എഴുന്നേലും ഒരുത്തിനെ ഒപ്പിച്ചോണ്ടോ. നിന്റെ കണേഡിയോ എനിക്ക് കേൾക്കാൻ വയ്യ. ഇനിയിപ്പോൾ അടുത്തൻ്റെ കൂടെ കേൾക്കാനാ? എന്നെ മാത്രം എന്താണ് ഇങ്ങനെ ഒറ്റക്കാക്കുന്നത്? അവൻ വരുമ്പോൾ അവനെ ഇട്ട് നോക്കിക്കോ. ശരി, നന്ദിയുണ്ടേ. നന്ദി ഞാൻ കാണിക്കാം. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഞാൻ കാണിക്കാം. അടുത്ത ട്രിപ്പ് വരുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് നന്ദി കാണിച്ചു തരാം. നിനക്ക് ഈ കൊട്ടാരം എന്ന് പറയുമ്പോൾ കൊട്ടാരത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റുമോ? കൊട്ടാരം എന്ന് പറയുമ്പോൾ കൊട്ടാരം വലിയൊരു കൊട്ടാരമാണ്. ഇത് ഇപ്പം നീ പറഞ്ഞ അറിവില്ലേ, അത് ഇതുവരെ ആർക്കും അറിയാത്തൊരു കാര്യമായിരുന്നു. ഇപ്പം നീ പറഞ്ഞ വലിയൊരു കാര്യമാണ്. നീ ബാക്കി പറ. ബാക്കി എന്താ പറയാനാ? പിന്നെ നേരത്തെ കൊട്ടാരത്തിൽ രാജാവും റാണിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കൊട്ടാരത്തിൽ പിന്നെ ആരാ ഉള്ളത്? ഇപ്പൊ കൊട്ടാരത്തിൽ എന്താ ഉള്ളത്? എന്തോ ഉള്ളത്? കൊട്ടാരത്തില് നീ നിന്റെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല. തുടങ്ങിക്കോ. ഇനി എന്നോട് സംസാരിച്ചത് എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റാതിരിക്കണ്ട. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ഡ്രൈവ് ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ആരാണ്? എൻ്റെ പേര് നിനക്കറിയത്തില്ലേടി? നമ്മളെ കൂടെ ഇന്ന് ഡ്രൈവ് ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം രംഗണ്ണ. അപ്പോൾ നമ്മുടെ അണ്ണനാണ് എല്ലാം സപ്പോർട്ട് നിൽക്കുന്നത്. അപ്പോൾ അണ്ണനെ പറ്റി പറയുകയാണെങ്കിൽ എന്നെ ഇത്ര സപ്പോർട്ട് ചെയ്യും, നല്ല സപ്പോർട്ട് ചെയ്യുന്നൊരു അണ്ണൻ ഇതുവരെ കണ്ടില്ല. മറ്റേ റോഡിൽ നിറച്ച ആൾക്കാരായിരുന്നു, ഈ റോഡിൽ ഒരു ഒറ്റ മനുഷ്യനില്ല. ഈ കാട്ടിൽ കൂടെ പിന്നെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുമല്ലേ. പക്ഷേ ചുറ്റിനും വീടും ചെറിയ പെട്ടിക്കടയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമ്മുടെയൊക്കെ ഏരിയ അതൊക്കെ തന്നെ അല്ലേ, വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. എപ്പോഴും അങ്ങ് ആൾക്കാർ സിറ്റി അല്ലല്ലോ. എന്നാലും നിന്റെ കൊട്ടാരത്തിൻ്റെ പേര് കറക്റ്റ് തന്നെ ആണോടേ? അതെ ലൈസൻസ് ഡേ നിന്നെ കൊണ്ടു നടന്ന് വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ച ഇത്ര ആക്കിയത് ഞാൻ. എന്നിട്ട് നീ എന്നോട് ചോദിക്കുന്ന ലൈസൻസ് എനിക്ക് ആരാ തന്നെയാണ്? നമ്മളെങ്ങനെ തട്ടിമുട്ടി പോയിക്കോട്ടെ. സോറി അണ്ണ.
അപ്പോൾ കാഴ്ച നമ്മൾ സ്ഥലങ്ങളുണ്ട്, കുറേ പനകളുണ്ട്, കുറേ ചെടികളുണ്ട്. പനക്കകത്ത് നിന്ന് കയറിയ പടമാവും. അപ്പോൾ നമ്മൾ പെതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും വണ്ടി നടന്ന് തട്ടും. അപ്പോൾ ഗായ്സ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ചൂടായോണ്ടാന്ന് തോന്നുന്നു ഇപ്പുറത്ത് ഒരു ചെറിയ ഉണങ്ങിയ ഒരു പാടം കാണുന്നുണ്ട്. ഉണങ്ങിയ പാടോ? വേണമെന്ന റൈറ്റ് സൈഡിൽ. നിന്റെ കാരുടെ ഇതൊക്കെ പറഞ്ഞിരുന്നേ? ഞാൻ തന്നെ പഠിച്ചതാ. എന്നാ സൗണ്ട് പോയി. നിന്റെ വ്ളോഗ് ഊട്ടി കിട്ടുവിടെ അക്കൗണ്ട്? ഇല്ലെന്നാ, നമ്മളല്ലേ വ്ളോഗ് ചെയ്യുന്നത്. നമ്മളല്ല, നീയാണ് വ്ളോഗ് ചെയ്യുന്നത്. സോറി, ഞാനല്ലേ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. ഒരുത്തരും സൈഡ് തരത്തില്ല. പോടേ. നമ്മുടെ അണ്ണൻ വെട്ടിച്ച് കയറിയിട്ടുണ്ട്. നമ്മുടെ അണ്ണൻ സീനാണ് ഗൈസ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെട്ടിയിട്ടുണ്ടോ എൻ്റെ കിടിലാണ് അണ്ണൻ. വെട്ടി ലോൺ വരെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. സോറി അണ്ണ, വെട്ടിയിട്ടില്ല കാര്യമില്ല. വണ്ടി ഓടിക്കുമ്പോൾ ചിലപ്പോൾ വെട്ടിച്ച് കാറിലൊക്കെ കയറും, സ്വാഭാവികം. ദേ രണ്ടുപേരും ക്ലോസ് ആവുന്നുണ്ട് കിടന്ന്. ഹലോ. ആരാണ് അതൊക്കെ? ആരോ ഒരാൾ. റോഡ് കണ്ടോ? നല്ല രസമുള്ള റോഡ്. വെട്ടിച്ച് കയറി പോവണ്ണ. എന്തിന്? എല്ലാവരുടെ വണ്ടിയാടേ. എല്ലാവരുടെ കടത്തും ഞാൻ വാങ്ങിച്ചിട്ടുന്ന വണ്ടിയാണ്. നിനക്ക് അവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞാൽ മതി. ഇടിച്ച് കയറിയ കുഴപ്പമില്ല, നമുക്ക് വേറെ വണ്ടി വാങ്ങിച്ചു കൊടുക്കാം. സൂപ്പറിൻ്റെ വണ്ടി എടുത്തു കൊടുക്കാം. ഇതിനുള്ള മറുപടി ഞാൻ തരുന്നില്ല. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ വലിയൊരു പോസ്റ്റർ കാണുന്നുണ്ട് മുകളിൽ റോഡിൻ്റെ സൈഡിൽ. അതുകൊണ്ട് എല്ലാവരും ആ പോസ്റ്റർ കാണുക. അപ്പോൾ അണ്ണൻ നമ്മളെ വണ്ടി, അണ്ണൻ ഏതാ ഒരു വണ്ടിയെ പോലും തട്ടിയിട്ടില്ല ഇതുവരെ. നിന്റെ നാക്കെടുത്ത് വളയ്ക്കാൻ ഇരിക്കാവോ? അണ്ണനിപ്പോൾ വണ്ടി ഓവർടേക്ക് ചെയ്യും. അണ്ണനെങ്ങനെ വണ്ടി ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് ഗായ്സ്. നീ വണ്ടിന്ന് തന്നെയല്ലേ പറയുന്നേ? അതെ, പല പല വണ്ടികളായ എണ്ണം വെട്ടിച്ച് കയറുന്നുണ്ട്. എപ്പോഴാ ചെന്ന് ഇടിക്കാന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ ഇടിക്കാന്. അപ്പോൾ ഗായ്സ് കുറേ വീടുകളെ ചുറ്റിട്ട് കാണുന്നുണ്ട്. വണ്ടി തെറ്റിയ നേരം നമ്മൾ വീട്ടിനകത്ത് നിന്ന് കയറും. എന്നെ അവിടെ കൊടുത്തിട്ട് ഞാൻ ഇറങ്ങി വരും. ഞാൻ കുഴപ്പമില്ല, ഞാൻ കയറി വരും തിരിച്ച്. കയറി വരാൻ അതിനെ നാട്ടുകാരവിടെ നിന്ന് വിട്ടിട്ട് വേണ്ടേ? ശരിയാ, എന്നെ കണ്ടാൽ കള്ളൻ്റെ ലുക്കുണ്ടല്ലേ. സ്വയമേ തോന്നിയില്ലേ? ഞാൻ അപ്പോൾ ഗായ്സ് നമ്മൾ അണ്ണന് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 3, 2, 1 സ്റ്റാർട്ട് എന്ന സമയം കൊണ്ട് നമ്മൾ ഇപ്പോൾ പാടും. എല്ലാവരും ഹെഡ്സെറ്റ് എടുത്ത് വെച്ചോ. എല്ലാവരും ഹെഡ്സെറ്റ് എടുത്ത് വെച്ചോളൂ. പെട്ടെന്ന് ഇപ്പോൾ എടുത്ത് വെച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പാടാൻ പോവാണ്. 3, 2, 1 സ്റ്റാർട്ട്. തമ്മേക്ക് താപ്പത് വലിക്കോ പിള്ളിങ്ങ വേറെ നമ്മ കുത്തിയെ പോലെ ചെടിയെ വളർത്ത് അമ്മനെ ഒരു കണ്ണാപ്പിയാണ്. നീ എൻ്റെ അടുത്ത് നോക്കാതെ നീ നിൻ്റെ ആയിരുന്നു നോക്കേട്ടാ. സോറി അണ്ണ, പാട്ട് പറപ്പിച്ച് വിടണ ഒന്ന്. ഗായ്സ് ഇവിടെ തെങ്ങുണ്ട്, പനയുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ കുറേ പാറയുണ്ട്. നിനക്ക് ബോധം മാത്രമില്ല. ശരി, അതില്ല, സോറി അമ്മ. അപ്പോൾ കുറേ പാറയുണ്ട്. പാറ പൊടിയാൽ മണ്ണാകും. ആ മണ്ണെല്ലാം സൈഡിൽ കിടപ്പുണ്ട്. ചിലപ്പോൾ ഞാൻ കുറച്ചുമ്പേ പറഞ്ഞ പാറ വന്ന് പറഞ്ഞതേ ഉള്ളൂ അവിടെ കുറേ പാറ കിടക്കുന്ന. അണ്ണാ ഇങ്ങനെ പോവല്ല അണ്ണാ, ഞാൻ ഇടിച്ചപ്പുറത്തെ ആൻറ്റിയുടെ മടി കയറി ഇരിക്കുന്നു. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞതല്ലേ അണ്ണാ. നീ ഇരുന്ന എനിക്കെന്ത്. അപ്പോൾ ഇവിടെ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെയും ഒരു ചെറിയ റോഡാണ്. ഏതെങ്കിലും വണ്ടി വന്നിട്ട് നമ്മൾ പറന്നു പോകും.
അതുകൊണ്ട് തന്നെ അതെന്താണ് ഇപ്പോൾ കണ്ട അമ്പലമാണോ? ആ, പ്രതിഷ്ഠ നിന്നെപ്പോലുള്ളതിൻ്റെ. പിന്നെ കുറേ വണ്ടികൾ പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ ചുറ്റിനും കുറേ പെട്ടിക്കടകളും വീടുകളൊക്കെ ഉണ്ട്. ഒരു പച്ച വണ്ടി ഇപ്പോൾ പോയി, പിന്നെ ഇപ്പോൾ ചുമന്ന വണ്ടി പോയി. കുറേ കാടുകളുണ്ട്. ഇപ്പോൾ ഒരു ബസ്സായിട്ട് ഒന്ന് ഇടിച്ചാണ്. അവൻ പറഞ്ഞായതുകൊണ്ട് കൊട്ടാരത്തിൻ്റെ വീട് ആരും വിശ്വസിക്കൊന്നും വേണ്ട, വേറെന്തെങ്കിലും ആയിരിക്കും. റോഡെല്ലാം കുണ്ടും കുഴിയായതുകൊണ്ട് ഓടിക്കാനും ബുദ്ധിമുട്ട്. അപ്പോൾ ഉറക്കമെല്ലാം കഴിഞ്ഞ് നമ്മുടെ ജോക്ക് തണ്ട എഴുന്നേറ്റിട്ടുണ്ട്. ഈ രാത്രിയാണോ എത്ര പെട്ടെന്ന്? രാത്രി ഇവനെന്ത് ചെയ്യുന്നു നടക്കൊണ്ടിട്ട് വണ്ടി വെച്ച് കാണിക്കുന്നത്? അവനെന്തോ ഉദ്ദേശിക്കുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്കതിനെ പോയേക്കാം. ഓക്കെ, വണ്ടി ശക്തമായിട്ടിരിക്കുന്ന അവിടെ കടക്കട്ടെ. നീ ഉറക്കമായോണ്ടേ ഇങ്ങോട്ട് വരുന്ന വഴി മൊത്തം ഇതുപോലെ കുണ്ടും കുഴിയായിരുന്നു. ഒന്നും അറിഞ്ഞില്ലല്ലോ. നീയൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ഗൈസ്, ഇതേ നമ്മൾ നേരം വെളുത്തിട്ടാണ് ഈ പാലസിലെത്തിയത്. അപ്പോൾ അതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം പാലസിൻ്റെ അടിയിൽ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. ഇനി ഇവിടുന്ന് ജോക്കി പിള്ളേരെ എല്ലാം കൊണ്ടുപോയി പാലസ് മൊത്തം കറക്കി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഇവിടെ സമയമായിരിക്കുകയാണ്. നമുക്ക് വണ്ടി ഇവിടെ നിന്ന് ഒതുക്കിയിടാം. അപ്പോൾ ഗൈസ്, നമ്മൾ ജോക്കിയുടെ കൊട്ടാരം വീട്ടിലപ്പൂട്ടിൻ്റെ കൊട്ടാരത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണത്. ജോക്കി, എന്തോ ഇതിൻ്റെ കൊട്ടാരം വീട്ടിലപ്പൂട്ടിൻ്റെ കൊട്ടാരം. അണ്ണാ, എന്നാലും ഞാൻ ഇത്രയും വിജലംബിച്ചതാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തോന്നു കൊട്ടാരം ഇത്ര വിജലംബിച്ചതാണെന്ന് വിചാരിച്ചില്ല. വിജലംബിച്ചതാ? ശരി, നീ പിള്ളേരെ കൊണ്ട് പോയി കറക്കി കാണിച്ചിട്ട് വരൂ. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ജോക്കിയാണ് പിള്ളേരെ കൊണ്ടെല്ലാം അവൻ്റെ കൊട്ടാരം വീട്ടിലപ്പൂട്ടിൻ്റെ കൊട്ടാരം കറക്കി കാണിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ബൈ ബൈ. അപ്പോൾ വീണ്ടും സന്ധിക്കവർക്കും വണക്കം. വണക്കം.